ഇപ്പോൾ നമുക്കൊപ്പം നടി മാലാ പാർവതി കൂടി ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് മാലാ പാർവതി. ഇന്നിപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത്. AMMA ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും സിദ്ദിഖ് രാജിവെച്ചിരിക്കുന്നു. സിദ്ദിഖ് അത് സ്ഥിരീകരിച്ചു. രാജിക്കത്ത് നമുക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. യുവനടിയുടെ വെളിപ്പെടുത്തലിൽ അന്വേഷണം വേണ്ടേ എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. എന്താണ് പ്രതികരണം? ആ പെൺകുട്ടി ഇന്നലെ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. കംപ്ലൈന്റ് കൊടുക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞത് വിഷമം ഇല്ലാത്തത് കൊണ്ടോ ദുഃഖമില്ലാത്തത് കൊണ്ടോ ഒന്നുമല്ല. ആ കുട്ടി പറഞ്ഞത് എനിക്കിതിന്റെ പിന്നാലെ നടക്കാൻ വെറുതെ എന്റെ ജീവിതം ഞാൻ വീണ്ടും ഇല്ലാതാവും. എത്രയോ വർഷത്തെ മാനസിക പ്രയാസവും ട്രീറ്റ്മെന്റും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇപ്പോൾ വീണ്ടും എഴുന്നേറ്റ് നിൽക്കുന്നത് എന്നാണ് ആ കുട്ടി പറഞ്ഞത്. ഇത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ്. ഇത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ്. അതാണ് അത് മനസ്സിലാക്കുന്നത്. WCCയുടെ ഉള്ള ഒരു കാര്യം പറയാനുള്ളത്, ഇതൊരു ഫ്രീഡം സ്ട്രഗിൾ പോലെ എനിക്കിപ്പോ തോന്നുന്നു, ഒരു എക്സോഡസ് പോലെ. പക്ഷെ എല്ലാം നമ്മളൊരു അടിമ മനോഭാവമുള്ള ഒരു വലിയ സംഘമാണ് ഞങ്ങൾ സ്ത്രീകൾ, പ്രത്യേകിച്ച് സിനിമയിലുള്ളവര്. അപ്പോൾ അവിടെ ഈ പറയുന്ന നൗ ഓർ നെവർ എന്ന് പറയുന്ന പോലെ ഒരു കാര്യമാണ് മാധ്യമങ്ങൾ ചെയ്യുന്നത്. അതിന് നേതൃത്വം നൽകിയ WCC ആണ്. പാർവതി തിരുവോത്ത് ഒരു അത്രയും ഒരു ബഹുമാനം അർഹിക്കുന്ന, അത്രയും ആദരവർഹിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അവരുടെയൊക്കെ ഇച്ഛാശക്തി കാരണമാണ് ഇപ്പൊ ഈ മാറ്റങ്ങൾ സംഭവിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരുപാട് പെൺകുട്ടികൾ അനുഭവിച്ചിരുന്ന വേദന തുറന്നു പറയാനുള്ള ശക്തി നിങ്ങൾ ഓരോരുത്തരുമാണ് കൊടുത്തത്. അപ്പോൾ ആ കുട്ടിക്ക് അതിന് ഇനിയും അതിന്റെ കേസിന് പിന്നാലെ നമുക്കറിയാം, കേസൊക്കെ നടത്തി കഴിയുമ്പോൾ എന്താണ് നടക്കുക, പിന്നെയും വേർബൽ റേപ്പും അതും ഇതും, പിന്നെ ഇവരുടെ ചോദ്യങ്ങളും ഈ ഇറങ്ങുന്ന ട്രോളുകളും എല്ലാമായിട്ട് ആ കുട്ടി മെയിൻ സ്ട്രീം സിനിമയിൽ അതിന് വരാൻ കഴിയാത്ത ഒരു പെൺകുട്ടിയാണ്. നല്ല നടിയാണ്. പക്ഷെ അതിന് ഇതുവരെ മെയിൻ സ്ട്രീം സിനിമയിൽ എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ല. ഇനിയും എത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം പക്ഷെ ഈ ഒരു അപാര ധൈര്യം, അത് വലിയ ധൈര്യമാണ് ആ കുട്ടി കാണിച്ചിരിക്കുന്നത്. അപ്പൊ അത് വന്ന് പറഞ്ഞിട്ട് പിന്നെ അത് എന്ത് സംഭവിക്കും എന്നുള്ളത് ആ കുട്ടിയല്ല പറയേണ്ടത്, സ്റ്റേറ്റാണ് പറയേണ്ടത്. രാജി അനിവാര്യമായിരുന്നു അല്ലേ? അത് ഒരു മോറലിയും എത്തിക്കലിയും അദ്ദേഹത്തിന് ശരിയെന്ന് തോന്നിയത് കൊണ്ട് അദ്ദേഹം അത് ചെയ്തു. അന്വേഷണം എന്തായാലും സർക്കാർ എടുക്കണം ഈ വെളിപ്പെടുത്തൽ. കാര്യം അന്ന് 21 വയസ്സാണെങ്കിൽ സർക്കാരാണ് ചെയ്യേണ്ടത്. കാരണം ഒരു IPS ഓഫീസറിനെ എങ്ങാനും ചുമതലപ്പെടുത്തിയിട്ട് ഈ പറയുന്ന പെൺകുട്ടികളുടെ എല്ലാ വിഷയത്തിൽ അവരുടെ അടുത്ത് അങ്ങോട്ട് പോയി എന്താണെന്ന് ചോദിക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ അവര് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കുക എന്നുള്ളതല്ല. നമുക്കറിയാം, ഒരു വലിയ ആദരവും വലിയ ഇതൊക്കെയാണ് ഓരോ പിന്നെ ആക്ടേഴ്സിന്റെ പേര് പറയുമ്പോൾ ആൾക്കാർക്ക് സ്വതവേ ഒരു പഞ്ചപുച്ഛമടക്കി നിൽക്കുന്ന. അപ്പൊ അവര് സാർ കുഴപ്പമൊന്നുമില്ല സാർ, അവളെന്തൊക്കെയോ പറഞ്ഞിട്ട് പോയി. നമുക്കറിയാം ഇതിന് മുമ്പുള്ള അനുഭവങ്ങൾ. അങ്ങനെ ഒരു അപമാനത്തിലേക്ക് ആ കുട്ടി പോകാൻ പാടില്ല. മറ്റ് നടിമാരും ഇതേപോലെ ഈ സിദ്ദിഖിനാൽ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇന്നലെ ഈ യുവനടി പറഞ്ഞത്. അത്തരത്തിലൊരു സംസാരം എപ്പോഴെങ്കിലും മാലാ പാർവതി കേട്ടിട്ടുണ്ടോ? ഈ പെൺകുട്ടി 2019 ഫേസ്ബുക്കിൽ ഇതേ കാര്യങ്ങൾ എഴുതിയിട്ടതാണെന്ന്. അതെ, 2019 എഴുതിയിട്ട്. അന്ന് ഞാൻ പറഞ്ഞില്ലേ, അതാണ് ഈ വ്യത്യാസം. ഇപ്പൊ മീഡിയ വേറൊരു തരത്തിലുള്ള ഒരു എക്സോഡസ് നടത്തിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു ആൾക്കാരെ വേറൊരു ഫ്രീഡം സ്ട്രഗിളിന്റെ മൂവ്മെന്റ് ഇപ്പൊ നടക്കുന്നത് കൊണ്ടാണ് ഇത് കൂടുതൽ ചർച്ചയാവുന്നതും രാജിവെക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുന്നതും. അതെ, അല്ലെങ്കിൽ അങ്ങനെ എത്രയോ പേര് തന്നെ മുമ്പ് എഴുതിയിട്ടുണ്ട്. ഇപ്പൊ ഈ പറയുന്ന പല കാര്യങ്ങളും പല ആൾക്കാരും ഫേസ്ബുക്കിലൊക്കെ പല സമയത്ത് എഴുതിയിടുന്നുണ്ടല്ലോ. ഞാനൊരു തുറന്നു ചോദിക്കട്ടെ, ഇപ്പം നിങ്ങളെ പോലെയുള്ള നടിമാർ നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അതൊരു റിപ്പോർട്ടായിട്ട് പുറത്തു വരുമ്പോൾ ഒരുപാട് നടിമാർക്ക് അത് ധൈര്യം, ചിലരെ പഴയ കാലത്ത് പറഞ്ഞ കാര്യങ്ങളാണെങ്കിലും ഒരിക്കൽ കൂടി അത് മീഡിയയ്ക്ക് മുന്നിൽ വന്ന് പറയാനുള്ള ധൈര്യം കാട്ടുന്നു. അപ്പോൾ സ്വാഭാവികമായി നിങ്ങളെപ്പോലുള്ളവർ അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നു എന്ന സന്തോഷമുള്ളൊരു കാര്യം. WCC നടത്തുന്ന പോരാട്ടം ഒരിക്കൽ കൂടി ശരിയായിരുന്നു എന്നാണ് തെളിയിക്കപ്പെടുന്നത്. പക്ഷേ എൻ്റെ ചോദ്യം, AMMA പോലെ ഒരു സംഘടനയുടെ തലപ്പത്തേക്ക്, ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഇങ്ങനെയൊരാൾ വരാൻ പാടില്ലായിരുന്നു. കാരണം ഒരു കാലത്തെങ്കിലും കുറ്റാരോപിതനായ, കളങ്കിതനായ ഒരാൾ പൊതുസമൂഹത്തിൽ അങ്ങനെ ഒരു പെരുദോഷം കേട്ട ഒരാൾ ആ സംഘടനയുടെ തലപ്പത്ത് വന്നത് നിർഭാഗ്യകരമായിരുന്നു. മാലാ പാർവതി, ഇവര് ഇലക്ഷൻ കഴിഞ്ഞ് വന്നതാണ്. അവിടെ എതിർപ്പുണ്ടായിരുന്നു, വേറെ ആൾക്കാർ ഇലക്ഷൻ നിന്നിരുന്നു എതിർക്കാനായിട്ട്. പക്ഷെ ഇലക്ഷന് വോട്ട് ചെയ്ത് ജയിപ്പിച്ചതാണ്. മനസ്സിലായില്ലേ? അതാ ഞാൻ പറഞ്ഞു, ഇതൊന്നും ഒരു തെറ്റാണെന്നോ അല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ നടക്കും എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് സമൂഹത്തിനുണ്ട്. അത് മാറി വരാൻ വലിയ പാടാണ്. അതാണ് നോർമലൈസ്ഡ് ആണ്, വളരെയധികം നോർമലൈസ്ഡ് ആണ്. അതുപോലെ ആ സംഘടനയിൽ നിന്ന്
പിന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സംസാരിച്ച ഏക വ്യക്തി ഞാനാണ്. വേറെ ഒറ്റ ഒരാൾ സംസാരിച്ചിട്ടില്ല. അവർ പറയുന്ന അവർ അറിഞ്ഞില്ല ഹേമക്കെ പറ്റി വിളിച്ചത്. അതാണ് ഞാൻ അതിലെ കൗതുകം. മാത്രമാണ് സംസാരിച്ചത്. ഞാൻ മാത്രം ഒരേ ഒരാളാണ് ആ സംഘടനയിൽ നിന്ന് സംസാരിച്ചത്. ഞാൻ മാത്രമേ ഉള്ളൂ. 99% ആൾക്കാർ സംസാരിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ അവരെയും കൂടെ വിപുലീകരിക്കണം എന്നാണ് സജി നന്ദിയായിട്ട് പറഞ്ഞത്. അവരൊന്നും അറിഞ്ഞിട്ടില്ല എന്ന്. ഇനിയൊരു ഹേമ കമ്മിറ്റിയും കൂടെ വെച്ചു കൊടുക്കാൻ. അതെ, ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത് മാത്രമല്ല, മറ്റൊരു നടിയെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചത്. അതാണ് ഇതിനകത്ത് ഏറ്റവും വൈകൃതമുള്ളൊരു കാഴ്ച. ആ പെൺകുട്ടി ഞാൻ പറയല്ലേ. എന്തായാലും താങ്ക് യു. എന്തായാലും അനിവാര്യമായ രാജി എന്ന നിലയിൽ തന്നെയാണ് നമ്മൾ എല്ലാവരും അതിനെ കാണുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് മോറലി അനിവാര്യം എന്ന് വെച്ചാൽ മോറലിയും എത്തിക്കലി ഈ ഡിസ്കഷൻ കൂടുതലാക്കരുതെന്ന് അദ്ദേഹത്തിന് കുറച്ചുകൂടി ബോധമുള്ളതുകൊണ്ട് അദ്ദേഹം ചെയ്തത്. കാരണം മോറലിയും എത്തിക്കലിയും റൈറ്റ് ആണ് മാറി വയ്ക്കുക എന്നുള്ളത് അല്ലേ. അതെ 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 അതെ. എന്തായാലും താങ്ക് യു മാലാപാർവതിയും വിഷയത്തിൽ അന്വേഷണം വേണമെന്നാണ് ആവശ്യപ്പെടുന്നത്. സ്റ്റേറ്റ് അന്വേഷണം നടത്തണം. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. യുവനടി ആക്രമിക്കപ്പെട്ട കേസിന് പിന്നാലെയാണ്, കേസായിട്ടില്ല, യുവനടി ആക്രമിക്കപ്പെട്ടു എന്ന് 2019 ഫേസ്ബുക്കിൽ കുറിച്ചതാണ്. അന്ന് ചർച്ചയായതാണ്. പക്ഷേ ആ വിഷയത്തിൽ അന്ന് പ്രതിരോധം തീർക്കുകയായിരുന്നു താരസംഘ